വെൽക്കം ടു CMR ലാൻഡ് സ്റ്റഫ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഇംഗ്ലീഷ് സെമിസ്റ്റർ 1 ജോസഫ് ടു റിനാസൻസ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ ഫസ്റ്റ് ബ്ലോക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്കറിയാം, ഏതൊരു ലിറ്റററി ഏജ് നമ്മളെടുത്ത് പഠിക്കുമ്പോഴും അതുപോലെ വർക്കിനെ കുറിച്ച് ഓതേഴ്സ് അവരുടെ വർക്കുകളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കാലഘട്ടത്തിൻ്റെ പൊളിറ്റിക്കൽ, സോഷ്യൽ, ഇക്കണോമിക്കൽ, കൾച്ചറൽ ഡെവലപ്മെൻറ്റ്സ് ചേഞ്ചസൊക്കെ അവരുടെ വർക്കിനകത്ത് റിഫ്ലക്റ്റ് ചെയ്ത് കാണാവുന്നതാണ്. സോ ഇവിടെ ജോസഫ് ടു റിനാസൻസ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആദ്യം എടുത്തു പറയുന്നത് നോമൻ കോൺക്വസ്റ്റിനെ കുറിച്ചാണ്. സോ എങ്ങനെയാണ് നോമൻസ് ഇംഗ്ലണ്ടിൻ്റെ അധികാരത്തിലേക്ക് വരുന്നത്, എങ്ങനെയാണ് അവരുടെ അധികാര ശക്തി അല്ലെങ്കിൽ അവരുടെ പുതിയ പുതിയ നയങ്ങൾ, അവരുടെ തീരുമാനങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇംഗ്ലണ്ടിൽ ഒരു ഭരണ സംവിധാനം രൂപപ്പെടുത്തിയെടുത്തത്, അത്തരം കാര്യങ്ങളെല്ലാം നോമൻ കോൺക്വസ്റ്റിന് ശേഷം വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം അറിയേണ്ടതുണ്ട്. സോ നോമൻസ് എന്ന് പറയുന്നത് 10th സെഞ്ച്വറിയിൽ ഫ്രാൻസിലെ നോമാൻഡിയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള അവിടുത്തെ സെറ്റിലേഴ്സായിരുന്നു ഈ നോമൻസ് എന്ന് പറയുന്നത്. പിന്നീട് അവർ വില്യം ദ കോൺക്വററിൻ്റെ നേതൃത്വത്തിൽ ഇംഗ്ലണ്ട് പിടിച്ചടക്കി. എന്നിട്ട് അവരുടെ ഭരണ സംവിധാനങ്ങൾ അവർ ഇംഗ്ലണ്ടിൽ നടപ്പിലാക്കുകയും ചെയ്തു. സോ എന്താണ് നോമൻ കോൺക്വസ്റ്റ്? നമ്മൾ നേരത്തെ പറഞ്ഞു, നോമൻസ് വില്യം ദ കോൺക്വററിൻ്റെ നേതൃത്വത്തിൽ ഇംഗ്ലണ്ടിൻ്റെ അധികാരത്തിലേക്ക് വന്നതാണ് നോമൻ കോൺക്വസ്റ്റ് എന്ന് പറയുന്നത്. ഈ നോമൻ കോൺക്വസ്റ്റിലെ 3 മേജർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് കിങ് എഡ്വേർഡ് ദ കൺഫെസർ ഓഫ് ഇംഗ്ലണ്ട്, ദെൻ വില്യം ദ ഡ്യൂക്ക് ഓഫ് നോമാൻഡി, ഏൾ ഓഫ് എസെക്സ് ആയിട്ടുള്ള ഹരോൾഡ്. സോ ആംഗ്ലോ സാക്സൺ കിങ് ആയിട്ടുള്ള കിങ് എഡ്വേർഡ്, അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇംഗ്ലണ്ടിൻ്റെ അധികാരത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു വില്യം ദ ഡ്യൂക്ക് ഓഫ് നോർമാൻഡി. പക്ഷേ അതിന് മുന്നേ തന്നെ ഏൾ ഓഫ് എസെക്സ് ഹരോൾഡ് അധികാരത്തിലേക്ക് വരികയും സ്വാഭാവികമായിട്ടും ഇത് വില്യമിൽ ഒരു ദേഷ്യം ഉണ്ടാക്കുകയും ചെയ്തു. സോ വില്യം വാസ് ആംഗ്രി ആൻഡ് ദെൻ ഹി ഡിസൈഡഡ് ടു ഇൻവേഡ് ഇംഗ്ലണ്ട് വിത്ത് എ ലാർജ് ആർമി. അങ്ങനെ ഹരോൾഡിൻ്റെയും അതുപോലെ വില്യമിൻ്റെയും ആർമി, ദ 2 ആർമീസ് ഫോർട്ട് അറ്റ് ദ ബാറ്റിൽ ഓഫ് ഹാസ്റ്റിങ്സ്. അങ്ങനെയാണ് ബാറ്റിൽ ഓഫ് ഹാസ്റ്റിങ്സ് സംഭവിക്കുന്നത്. ഈ അധികാരത്തിന് വേണ്ടി, ഇംഗ്ലണ്ടിലെ അധികാരത്തിന് വേണ്ടി ഹരോൾഡിൻ്റെ ആർമിയും അതുപോലെ വില്യമിൻ്റെ ആർമിയും തമ്മിൽ ബാറ്റിൽ ഓഫ് ഹാസ്റ്റിങ്സ് നടക്കുകയും ഈ ഒരു ബാറ്റിൽ ഓഫ് ഹാസ്റ്റിങ്സിൽ ഹരോൾഡ് വാസ് ഡിഫീറ്റഡ് ആൻഡ് കിൽഡ്. ദെൻ വില്യം ബിക്കം കിങ് ഓഫ് ഇംഗ്ലണ്ട്. അപ്പോൾ നോമൻ കോൺക്വസ്റ്റിന് ശേഷം, അല്ലെങ്കിൽ വില്യം ഇംഗ്ലണ്ടിൻ്റെ അധികാരത്തിലേക്ക് വന്നതിന് ശേഷം ഇംഗ്ലണ്ടിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഇംഗ്ലണ്ടിൻ്റെ ഒരു ഭരണ സംവിധാനം തന്നെ സോഷ്യലാണെങ്കിലും കൾച്ചറലാണെങ്കിലും പൊളിറ്റിക്കലാണെങ്കിലും ഇക്കണോമിക്കലാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ വില്യമിലൂടെ വരികയുണ്ടായി. അതിൽ എടുത്തു പറയുന്നതാണ് എൻറ്റഡ് ലാർജ് ഇൻവേഷൻസ്, അതുപോലെ ഭാഷാപരമായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ഫ്രഞ്ച് വേർഡ്സുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. അതുപോലെ സ്റ്റോപ്ഡ് സ്കാൻഡിനേവിയൻ ഇൻവേഷൻസ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്, ഒരു അഡ്മിനിസ്ട്രേഷൻ സെറ്റപ്പ് അവിടെ രൂപീകരിച്ചു. അതുപോലെ അവരുടെ നോമൻസിൻ്റെ ഫ്യൂഡൽ സിസ്റ്റം ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്നു. ഇപ്പോൾ ചർച്ചിൻ്റെ കാര്യത്തിലാണെങ്കിൽ ചർച്ചിൻ്റെ ഭരണ സംവിധാനത്തിലും അവർ പഴയതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ ഇംഗ്ലണ്ടിൻ്റെ ഭരണ സംവിധാനം ആകെ മൊത്തം ഒരു പുതിയ ഒരു രീതിയിലേക്ക് മാറ്റാൻ നോമൻ കോൺക്വസ്റ്റിന് ശേഷം ഒരു പുതിയ മാറ്റം കൊണ്ടുവരാൻ അത് കാരണമാവുകയും ചെയ്തു. വില്യം ദ കോൺക്വററിൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ്, ഒരു സെൻട്രലൈസ്ഡ് ഗവൺമെൻറ്, ഒരു ഏകീകൃത ഗവൺമെൻറ്, അധികാരം ഏകീകരിക്കപ്പെടുന്ന ഒരു സംവിധാനം അദ്ദേഹം കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത രീതിയിലുള്ള ആക്രമണങ്ങൾ വരികയാണെങ്കിൽ, അറ്റാക്കുകൾ വരികയാണെങ്കിൽ അതിനെ എതിർക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അദ്ദേഹം അവിടെ കൊണ്ടുവന്നു. അതുപോലെ ഏത് രീതിയിലും നോമൻ പ്രഭുക്കന്മാരാണെങ്കിലും അവരുടെ സൈനികരാണെങ്കിലും ഒക്കെ എതിർക്കുന്ന ആക്രമണങ്ങൾ എങ്ങനെയാണ് ചെറുത്തു നിൽക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ശക്തമായ മാറ്റങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ കൊടുന്നു. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത് ന്യൂ ഐഡിയാസ് എബൌട്ട് ചർച്ച് അഡ്മിനിസ്ട്രേഷൻ വാസ് ബ്രോട്ട് ഇൻ. അതായത് ഇപ്പോൾ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ചർച്ചിനകത്ത് ഉണ്ടായിരുന്ന കുറേ പിൻപറ്റിയിരുന്ന കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ, അതെല്ലാം മാറ്റി നോമൻസ് അവരുടേതായ രീതിയിലുള്ളൊരു സംവിധാനം അവിടെ ചർച്ചിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും ബാക്കിയുള്ള ചേഞ്ചസ്, ഒരുപാട് മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നു. മുന്നേ ഉണ്ടായിരുന്ന ആംഗ്ലോ സാക്സൺ പുരോഹിതന്മാർ, ബിഷപ്പുകളൊക്കെ മാറ്റി. അതുപോലെ പുതിയൊരു നോമൻസിൻ്റേതായ രീതിയിൽ പുതിയൊരു സംവിധാനം അല്ലെങ്കിൽ പുതിയൊരു സഭാ രീതികൾ അവിടെ കൊണ്ടുവന്നു.
അതുപോലെ കൂടുതലും കിങ്ങുമായി കണക്റ്റഡ് ആയിട്ട് കിങ്ങിനോട് കൂടുതൽ താല്പര്യമുള്ള അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കപ്പെടുന്ന രീതിയിൽ ഒരു ബന്ധം സ്ഥാപിക്കുന്ന രീതിയിൽ ചർച്ചിൻ്റെ കാര്യങ്ങൾ കൂടി കൊണ്ടുവന്നു. അതായത് നോർമൻ ഭരണത്തിനോട് കൂടുതൽ താല്പര്യം കാണിക്കുന്ന അല്ലെങ്കിൽ നോർമൻസിനോട് കൂടുതൽ താല്പര്യം കാണിക്കുന്ന രീതിയിൽ ചർച്ചിൻ്റെ കാര്യങ്ങൾ കൂടി ഏകീകൃതമായി കൊണ്ടുപോയി. അങ്ങനെ നോർമൻ കോൺക്വസ്റ്റിന് ശേഷം ഇംഗ്ലണ്ടിൻ്റെ ഭരണവ്യവസ്ഥയിലും സാമൂഹികമായ ചുറ്റുപാടിലുമെല്ലാം മാറ്റങ്ങൾ ഒരുപാട് വരികയും ചെയ്തു. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ദി ക്രൂസൈഡ്സ്. 11th സെഞ്ച്വറിയുടെയും 13th സെഞ്ച്വറിയുടെയും മധ്യത്തിൽ അറബ് വംശത്തിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം ഭരണത്തിൻ്റെ കീഴിലായിരുന്ന ജെറുസലേം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി യൂറോപ്യൻ ക്രിസ്ത്യൻ പ്രിൻസസ് നടത്തിയിട്ടുള്ള മിലിറ്ററി ക്യാമ്പയിനാണ് ക്രൂസൈഡ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഹോളി ലാൻഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഒന്നിൽ കൂടുതൽ ക്യാമ്പയിൻസ് നടന്നിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ ക്രൂസൈഡ്സിനകത്ത് ജെറുസലേം അവർ നേടിയെടുക്കുകയുണ്ടായി. പക്ഷെ പിന്നീട് പല രീതിയിലുള്ള പല ക്യാമ്പയിൻസ് നടന്നതെങ്കിലും അവിടെയൊക്കെ പരാജയമാണ് സംഭവിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കച്ചവടപരമായിട്ടാണെങ്കിലും അതുപോലെ സാംസ്കാരികപരമായിട്ടാണെങ്കിലും കൾച്ചറലായിട്ടാണെങ്കിലും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കൂടി ഒരു മുസ്ലിം ക്രിസ്ത്യൻ സംഘർഷങ്ങൾ വരാനുള്ള ഒരു സാഹചര്യമായി മാറുകയാണ് ക്രൂസൈഡ്സിലൂടെ ഉണ്ടാവേണ്ടത്. അപ്പോൾ തുടക്കത്തിൽ ജെറുസലേമിലെ അറബ് ഭരണം ഇവർക്ക് അത്രയധികം കാര്യമായ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. പക്ഷേ പിന്നീട് സെൽജൂക്ക് ടർക്സ് വരികയും അവർ ക്രിസ്ത്യൻ പിൽഗ്രിംസിനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞപ്പോഴാണ് പീറ്റർ ദ ഹെർമിറ്റ് എന്ന് പറയുന്ന മോങ്ക് ക്രിസ്ത്യൻ പ്രിൻസസിനോട് ഹോളി ലാൻഡായിട്ടുള്ള ജെറുസലേം പിടിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ വേണ്ടി ആവശ്യപ്പെടുകയും ഇവരിങ്ങനെ ഒരു രീതിയിലേക്ക് മാറുകയും ചെയ്തത്. ഇനി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്രൂസൈഡ്സിനെ കുറിച്ച് പറയുമ്പോൾ Christians tried to take Jerusalem in the first crusade and won. Then the second crusade was led by Louis VII of France to capture the rest of Jerusalem but failed. ആദ്യത്തെ ക്രൂസൈഡ്സിൽ ക്രിസ്ത്യൻസിന് ജെറുസലേം നേടിയെടുക്കാൻ കഴിഞ്ഞെങ്കിലും രണ്ടാമത്തെ ക്രൂസൈഡ്സ് വിച്ച് വാസ് ലെഡ് ബൈ ലൂയിസ് സെവൻത് ഓഫ് ഫ്രാൻസ് അദ്ദേഹം ജെറുസലേമിൻ്റെ റിമൈനിങ് പാർട്സുകളെ നേടിയെടുക്കാനുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും അതിൽ പരാജയമായിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ അതിനുശേഷം സുൽത്താൻ സലാദീൻ ഹു ക്യാപ്ചേർഡ് ജെറുസലേം ഫ്രം ദ ക്രിസ്ത്യൻസ്. ഇത് പക്ഷേ തേർഡ് ക്രൂസൈഡ്സിലേക്ക് വഴിതെളിയിക്കാനുണ്ടായത് പോപ്പ് വീണ്ടും യൂറോപ്യൻ പ്രിൻസസിനോട് ജെറുസലേം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയുണ്ടായി. സോ ദ തേർഡ് ക്രൂസൈഡ്സ് വാസ് ലെഡ് ബൈ ഫിലിപ്പ് അഗസ്റ്റസ് ഓഫ് ഫ്രാൻസ്, ലെപ്പോൾഡ് ഓഫ് ഓസ്ട്രിയ, ഫ്രെഡറിക് ബാർബറോസ ഓഫ് ജർമ്മനി ആൻഡ് റിച്ചാർഡ് വൺ ഓഫ് ഇംഗ്ലണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചത് റിച്ചാർഡ് വൺ ഓഫ് ഇംഗ്ലണ്ട് അദ്ദേഹം ഒഴികെ ബാക്കി എല്ലാവരും ആ ശ്രമത്തിൽ നിന്ന് തിരിഞ്ഞു നടക്കുകയും ഹി ട്രൈ ടു റീച്ച് ജെറുസലേം. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായി ചില ഭാഗങ്ങളൊക്കെ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കൂടി റിച്ചാർഡ് റിയലൈസ്ഡ് ദാറ്റ് ഹി കുഡിൻ ഡിഫീറ്റ് സലാദീൻ. സോ ഹി മെയ്ഡ് എ ട്രീറ്റി വിത്ത് ഹിം ആൻഡ് റിട്ടേൺ ടു ഇംഗ്ലണ്ട്. സലാദീനുമായിട്ട് ഒരു മുന്നോട്ടുള്ള രീതിയിൽ ഫൈറ്റ് അവിടെ സാധ്യമാവില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ട്രീറ്റി വെച്ചു. രണ്ടുപേരും തമ്മിലൊരു ട്രീറ്റിയിൽ അത് അവസാനിപ്പിച്ച് അദ്ദേഹം റിച്ചാർഡ് ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത്. ഇവിടെ ഈ ക്രൂസൈഡ്സ് ഒരുപാട് സോഷ്യൽ സ്ട്രക്ചറിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഫ്യൂഡലിസത്തിലാണെങ്കിലും അതുപോലെ സമൂഹത്തിൻ്റെ ഇപ്പോൾ ട്രേഡൊക്കെ ആണെങ്കിൽ ട്രേഡിനകത്തൊക്കെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളുമായിട്ട് ട്രേഡ് റൂട്ടുകളൊക്കെ കച്ചവടപരമായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ വെസ്റ്റേണേഴ്സുമായിട്ട് സീ റൂട്ടുകളൊക്കെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുറച്ച് പോസിറ്റീവ് സൈഡ്സുകളൊക്കെ ഉണ്ട്. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ വന്നൊരു വിഷമകരമായ ഒരു അവസ്ഥ അല്ലെങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കിയത് ദേ തോട്ട് ദാറ്റ് ക്രൂസൈഡ്സ് വേസ്റ്റ് ദെയർ മണി, അതായത് കൂടുതൽ ടാക്സ് ചുമത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ പൈസയൊക്കെ ഒരുപാട് ടാക്സ് ആയിപ്പോയി എന്നുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ഫ്യൂഡൽ സമ്പ്രദായത്തിൽ വന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രഭുക്കന്മാരുടെ കയ്യിലൊക്കെ ഒരുപാട് ഭൂമി ഉണ്ടായിട്ടുണ്ടായിരിക്കും. അവർ ഈ ഭൂമിയെല്ലാം ഈ ഒരു ക്രൂസൈഡ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൂടുതൽ കൊടുക്കേണ്ടി വന്നു. സ്വാഭാവികമായിട്ടും ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതിയിലുണ്ടായിരുന്ന ഒരു സന്തുലിതാവസ്ഥ അവർ കൊണ്ടുപോകുന്ന ഒരു സ്ട്രക്ചറിലുണ്ടായ ഒരു മാറ്റം അതങ്ങോട്ട് ഇല്ലാണ്ടായി. അപ്പോൾ ആ ഫ്യൂഡൽ വ്യവസ്ഥിതി കുറച്ച് പിന്നിലേക്ക് വരുന്ന ഒരു സാഹചര്യം വന്നു. അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഈ ക്രൂസൈഡ്സിന് ശേഷം വന്നിട്ടുണ്ട്.
നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബ്ലാക്ക് ഡെത്തിനെ കുറിച്ചാണ്. ദ ബ്ലാക്ക് ഡെത്ത് വാസ് എ ബിബോണിക് പ്ലേഗ് ഔട്ട്ബ്രേക്ക് ഇൻ മെഡീവൽ യൂറോപ്പ് ആൻഡ് ദിസ് ഡിസീസ് സ്പ്രെഡ് ക്വിക്ക്ലി ഇൻ ക്രൗഡഡ് അൺക്ലീൻ സിറ്റീസ് വിത്ത് നോ ക്യൂർ. അതായത് ഇംഗ്ലണ്ടിൻ്റെ പോപ്പുലേഷൻ്റെ ഒരു ഹാഫ് ഓഫ് പോപ്പുലേഷൻ നാമാവശേഷമാവാൻ കാരണമായ ഒരു പ്ലേഗ് ഉണ്ടാവുകയും ഇത് യൂറോപ്യൻ രാജ്യങ്ങളുടെ തന്നെ ഘടനയിൽ ഒരു സോഷ്യൽ ഇക്കണോമിക്കൽ എല്ലാ രീതിയിലും അതിൻ്റെ ഘടനയെ തന്നെ മാറ്റിമറിച്ചു, അല്ലെങ്കിൽ യൂറോപ്യൻ ചരിത്രത്തിൽ തന്നെ വളരെയധികം ബാധിച്ച ഒരു ഡിസീസായിരുന്നു പ്ലേഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് സ്പ്രെഡ് ത്രൂ ഫ്ലേസ് ഓൺ ബ്ലാക്ക് റാറ്റ്സ് ആൻഡ് സിംറ്റംസ് വർ ഹൈ ഫീവർ, തേഴ്സ്റ്റ്, സ്കിൻ ലംസ് ആൻഡ് റാപ്പിഡ് ഡെത്ത്. അതായത് ഒരു റാറ്റ്സിൻ്റെ ശരീരത്തിൽ നിന്ന് ഉണ്ടായതാണെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ട്രേഡ് റൂട്ട് വഴി ഇപ്പോൾ ആദ്യം ഏഷ്യൻ രാജ്യങ്ങളുടെ ചില ഭാഗങ്ങളിൽ കണ്ടു, പിന്നെ കച്ചവട ആവശ്യത്തിന് വേണ്ടി എത്തിച്ചേർന്നത് വഴി മറ്റുള്ള ഭാഗങ്ങളിലേക്ക് അത് സ്പ്രെഡ് ആവാൻ കാരണമായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഹൈ ഫീവർ, അതായത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വരികയും പിന്നീട് അത് മരണത്തിലേക്ക് എത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. കൂടുതലായിട്ടും ക്ലീൻ അല്ലാത്ത ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ ഈ അസുഖം കൂടുതലായിട്ട് ബാധിക്കുകയും പെട്ടെന്നുള്ള മരണത്തിലേക്ക് എത്തുകയും ചെയ്തു. Then the plague killed millions, wiping out about half of England's population, and some villages were completely destroyed. And the plague ruined the economy and changed life in many ways. അതായത് ഇതിന് ശേഷം സാമൂഹിക ഘടനയാണെങ്കിലും സാമ്പത്തികപരമായ അവസ്ഥയാണെങ്കിലും യൂറോപ്യൻ ചരിത്രത്തിൽ എല്ലാ രീതിയിലും വളരെയധികം ബാധിച്ചിട്ടുള്ള ഒരു പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരവസ്ഥയായിരുന്നു പ്ലേഗ്. സോ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നോർമൻ കോൺക്വസ്റ്റ്, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ സിറ്റുവേഷൻസ്, മേജർ ഫിഗേഴ്സ്, പ്ലസ് ക്രുസൈഡ്സിൻ്റെ 3 ക്രുസൈഡ്സ് അത് ലീഡ് ചെയ്തിട്ടുള്ള മേജർ ഫിഗേഴ്സ്, ദെൻ അതിൻ്റെ സോഷ്യൽ സിറ്റുവേഷൻസ്, ആഫ്റ്റർ ഇഫക്റ്റ്, ദെൻ ബ്ലാക്ക് ഡെത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായത്. സോ ഒരു PG സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ആൻസർ ഷീറ്റിനകത്ത് നമ്മൾ എഴുതുന്ന ഏതൊരു ടോപ്പിക്കും അതിനകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഏതാണെന്ന് മനസ്സിലാക്കി അത് കുറച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും ഓരോ ടോപ്പിക്കും പഠിക്കുന്ന സമയത്ത് അത് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഉൾപ്പെടുത്തി വേണം നിങ്ങൾ ആൻസർ ഷീറ്റിൽ അത് എഴുതാൻ. സോ ഇന്നത്തെ ക്ലാസ്സിനകത്ത് പറഞ്ഞതിനേക്കാൾ കുറച്ച് കൂടുതലായി സോഷ്യോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസിനകത്ത് ഇനി റിനൈസൻസ്, റിഫോർമേഷൻ, പെസൻസ് റിവോൾട്ട് ഉൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ബ്ലോക്ക് 2 വരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾ തീർച്ചയായിട്ടും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങളുടെ കമൻറ്റ്സ് നിങ്ങൾ രേഖപ്പെടുത്തുക. കൂടുതൽ കാര്യങ്ങൾ ആവശ്യമായി വരുന്ന ഭാഗങ്ങളിൽ അല്ലെങ്കിൽ കൂടുതൽ മനസ്സിലാവാൻ ബുദ്ധിമുട്ടുള്ള ഏരിയകൾ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്.